മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ വെങ്കിടേഷ്. ഒരു സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാതെ താരപത്നിയായിട്ടും താരകുടുംബത്തിൽ ജനിച്ചിട്ടും സ്വന്തമായ പേരിലൂടെ റീൽസിലൂടെയും ടിക്ടോക്കിലൂടെയുമൊക്കെ പ്രശസ്തിയിലേക്ക് എത്തിയ താരം തന്നെയാണ് നമ്മുടെ പ്രീതി പിടിച്ചുപറ്റിയ സൗഭാഗ്യ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ ഇത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇപ്പോൾ സൗഭാഗ്യ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ടുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് സൗഭാഗ്യ വ്യക്തമാക്കുന്നത്. രണ്ടാൾക്കാർ സീറ്റിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അവരുടെ കാലിൻ്റെ സ്മെല്ല് കാരണമായിരുന്നു താൻ അവിടെ ഇരുന്ന് സിനിമ കാണേണ്ടി വന്നത് എന്നതാണ് സൗഭാഗ്യ പറയുന്നത്. അവസാനം അവിടെ നിന്ന് എഴുന്നേറ്റ് മാറേണ്ട അവസ്ഥ വരെ ഉണ്ടായി. അവരോട് കാല് താഴെ വയ്ക്കാൻ പറഞ്ഞിട്ടും അതിലൊരു മാറ്റവും ഉണ്ടായില്ല എന്നും ഇതിനെക്കുറിച്ച് അവിടെയുള്ള അധികൃതരോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും അതിലൊരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൗഭാഗ്യ എടുത്തു പറയുന്നത്. ഏത് തിയേറ്ററാണ് എന്നോ എന്ത് മാനേജ്മെൻ്റ് ആണോ എന്നോ സൗഭാഗ്യ വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് സിനിമ കാണാൻ നമ്മളെ ശല്യപ്പെടുത്തുന്നവരെ കുറിച്ചും സൗഭാഗ്യ പറയുന്നുണ്ട്. എനിക്കും ഒരു മകളുള്ളതാണ്. എൻ്റെ മകളും ഇതേ പ്രായത്തിലുള്ളതാണ്. സുധാപൂവിൻ്റെ പ്രായമുള്ള അതേ മക്കളുള്ളവർ അവിടെ വന്ന് കുട്ടികൾ ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് ശല്യമായി മാറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മകളും അടങ്ങിയിരിക്കാത്ത ഈ ഒരു പ്രായത്തിലുള്ള ഒരു ആയതിനാൽ തന്നെ മകളെ സിനിമയ്ക്ക് കൊണ്ടുപോകണ്ട എന്ന് അർജുൻ ചേട്ടൻ എടുത്ത തീരുമാനമായിരുന്നു. എനിക്ക് മകളെയും കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതും. പക്ഷെ അർജുൻ ചേട്ടനാണ് എന്നെ അതിൽ നിന്നും തടുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക എന്നതാണ്. ഒന്ന്, അവർക്ക് അത്രയും ഒരു അറ്റൻഷൻ പവർ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഇറങ്ങി നടക്കാനൊക്കെ ശ്രമിക്കും. വീടിനുള്ളിൽ എപ്പോഴും അങ്ങനെ ഇരിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരത്തിൽ അറ്റൻഷൻ പവർ ഇല്ലാത്തത് എന്നതുകൂടി എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം നന്നായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സൗഭാഗ്യ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഒരു കുട്ടിയുടെ അമ്മ എന്ന നിലയിൽ സൗഭാഗ്യയ്ക്കാണ് അത് വ്യക്തമായി പറയാൻ സാധിക്കുക. ഞങ്ങൾ കുട്ടികളില്ലാത്തവരെങ്ങാനും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്നാണ് മറ്റു പലരുടെയും വിശേഷണം. എന്നാൽ കുട്ടികളുണ്ട് എന്നതിനല്ല അർത്ഥം, മറിച്ച് ആളുകൾ എങ്ങനെ പബ്ലിക്കലി പെരുമാറുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്നുകൂടി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത്. പ്രേക്ഷകരും വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാക്കായി ഇത് മാറുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് സൗഭാഗ്യ ഈ പറഞ്ഞ കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.